ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അക്ഷര കൈരളിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള +1 തുല്യതാ സമൂഹശാസ്ത്രത്തിൻ്റെ 2025 മാതൃകാ ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 സ്കോർ വീതം. ചോദ്യം നോക്കാം. ഇന്ത്യയിലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ. ഉത്തരം GS ഗുര്യ. GS ഗുര്യയാണ് ഇന്ത്യയിലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ആൻസർ മനഃശാസ്ത്രം. വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തെ മനഃശാസ്ത്രം എന്നു പറയുന്നു. അടുത്ത ചോദ്യം, രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വം ഏതാണ്? ആൻസർ സഗോത്ര ബന്ധുത്വം. രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണ് സഗോത്ര ബന്ധുത്വം. അടുത്ത ചോദ്യം, നിലവിലുള്ള നിയമം ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയെ ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ കുറ്റകൃത്യം. നിലവിലുള്ള നിയമം ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറ്റകൃത്യം എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, സ്വയം നിരീക്ഷിക്കാനും വിലയിരുത്താനും ഗവേഷകനുള്ള കഴിവാണ്. ആൻസർ പ്രതിപതനം. സ്വയം നിരീക്ഷിക്കാനും വിലയിരുത്താനും ഗവേഷകനുള്ള കഴിവിനെ പ്രതിപതനം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, മറ്റ് സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് ആദരവും അംഗീകാരവും നൽകുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ സാർവജനീനത. മറ്റ് സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് ആദരവും അംഗീകാരവും നൽകുന്നതിനെ സാർവജനീനത എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, എമൈൽ ദുർക്കീമിൻ്റെ പ്രധാന പുസ്തകമാണ്. ആൻസർ തൊഴിൽ വിഭജനം. എമൈൽ ദുർക്കീമിൻ്റെ പ്രധാന പുസ്തകമാണ് തൊഴിൽ വിഭജനം. അടുത്ത ചോദ്യം, ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ AR ദേശായി. AR ദേശായി ആണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ്. ആൻസർ ആധിപത്യം. സാധാരണയായി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തെ ആധിപത്യം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ദീർഘകാലം കൊണ്ട് സാവധാനത്തിൽ നടക്കുന്ന മാറ്റമാണ്. ആൻസർ പരിണാമം. ദീർഘകാലം കൊണ്ട് സാവധാനത്തിൽ നടക്കുന്ന മാറ്റത്തെ പരിണാമം എന്ന് പറയുന്നു. 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ചോദ്യം നോക്കാം. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. അടുത്ത ചോദ്യം, സാമൂഹിക ശ്രേണീകരണം എന്നാൽ എന്ത്? അടുത്ത ചോദ്യം, വംശീയ കേന്ദ്രോന്മുഖതയുടെ 2 പ്രത്യേകതകൾ എഴുതുക. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളുമാണ്, എന്തുകൊണ്ട്? അടുത്ത ചോദ്യം, അന്യവൽക്കരണം എന്ന ആശയം എന്താണ്? 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. ചോദ്യം നോക്കാം. സംസ്കാരത്തിൻ്റെ വിവിധ മാനങ്ങൾ അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിവരിക്കുക. അടുത്ത ചോദ്യം, സജീവ പാരമ്പര്യം എന്നത് ആരുടെ ആശയമാണ്? ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ 3 പരിവർത്തന തത്വങ്ങൾ വിവരിക്കുക. അടുത്ത ചോദ്യം, സഹകരണവും സംഘർഷവും സാമൂഹ്യ പ്രക്രിയ എന്ന നിലയിൽ തമ്മിൽ വേർതിരിച്ചെഴുതുക. അടുത്ത ചോദ്യം, സർവേ രീതികളുടെ പരിമിതികൾ വിശദീകരിക്കുക. 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. ചോദ്യം നോക്കാം. GS ഗുര്യ സൂചിപ്പിക്കുന്ന ജാതിയുടെ സവിശേഷതകൾ വിശദീകരിക്കുക. അടുത്ത ചോദ്യം, ലളിത സമൂഹങ്ങളിലും ആധുനിക സങ്കീർണ സമൂഹങ്ങളിലും കാണുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക. അടുത്ത ചോദ്യം, വിഭവ ശോഷണവും ആഗോള താപനവും എങ്ങനെയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങളായി മാറുന്നത്? സാധൂകരിക്കുക. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. A, B എന്നിങ്ങനെ 2 കോളം കൊടുത്തിട്ടുണ്ട്. എയിലുള്ളവയ്ക്ക് യോജിക്കുന്നവ B കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ആൻസർ നോക്കാം. ത്രികോണമാപനം ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നത്. മലിനോവ്സ്കി, ഫീൽവർക്ക്, MN ശ്രീനിവാസ്, റിമംബേർഡ് വില്ലേജ്, വില്യം ഫുഡ് വാറ്റ്, സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. സാമ്പിൾ, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ചെറിയ ഭാഗം.
24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. 6 സ്കോർ വീതം. ചോദ്യം നോക്കാം. എമിൽ ദുർക്കീമിന്റെ യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിവരിക്കുക. അടുത്ത ചോദ്യം. ആദർശ മാതൃക എന്ന ആശയം വിശദീകരിക്കുക. വെബറിന്റെ ഉദ്യോഗസ്ഥ വൃന്ദ സിദ്ധാന്തത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുക. അടുത്ത ചോദ്യം. കുടുംബത്തിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അടുത്ത ചോദ്യം. സാമൂഹീകരണത്തെ സഹായിക്കുന്ന വിവിധ ഏജൻസികളുടെ പങ്ക് വിശകലനം ചെയ്യുക. 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതുക. 8 സ്കോർ വീതം. ചോദ്യം നോക്കാം. സാമൂഹ്യ സംഘം എന്ന ആശയം വിശദമാക്കുക. വിവിധ തരം സാമൂഹ്യ സംഘങ്ങളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. അടുത്ത ചോദ്യം. സാമൂഹ്യ മാറ്റത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രധാന കാരണങ്ങൾ വിവരിക്കുക. സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ഭൗതിക ആശയങ്ങൾക്കും ഭൗതിക സാഹചര്യങ്ങൾക്കുമുള്ള പങ്ക് വിശകലനം ചെയ്യുക. ഇത്രയുമാണ് സമൂഹശാസ്ത്രം മാതൃകാ ചോദ്യപേപ്പർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്